ഐശുവിന്റെ കയ്യിൽ എവിടെ നിന്നാണ് ഈ ഫ്ലവർ? നീ വാങ്ങിയതാ? ഇത് വാങ്ങിയതല്ല, ആരോ കൊണ്ടു തന്നതാ. ആരോ കൊണ്ടു തന്നതോ? ആർക്ക്? ഇവളോട് മുടിഞ്ഞ പ്രേമുള്ള ആരോ ഇവളുടെ ബാക്കിൽ നടക്കുന്നുണ്ട്. ഇവള് പോകുന്ന സ്ഥലത്തൊക്കെ അവൻ ഇവൾക്ക് ഗിഫ്റ്റ് കൊണ്ടുവെക്കുക. എന്ത് ഗിഫ്റ്റ്? ഇവിടെ വന്ന് നമ്മൾ ഫസ്റ്റ് റൂമിൽ കയറിയപ്പോൾ റൂമിലൊരു കവറ് ഫോർ ഐഷ ഖാലിദ്, അതിലൊരു ബാങ്കിൾ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇന്നലെ ഒരു കമ്മൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. പിന്നെ നോക്കുമ്പോൾ അത് ബസ്സിൽ ആരോ കൊണ്ടുവച്ചിന് ഒരു കവറിലാക്കിയിട്ട് ഫോർ ഐഷ ഖാലിദ്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി വന്നിട്ട് ഈ റോസ് ഫ്ലവറാന്ന് ആരാ തന്നെന്ന് ചോദിച്ചിട്ട് അതൊന്നും ഉണ്ടില്ല, അത് പോയി. നീ ഒറ്റയ്ക്ക് അങ്ങോട്ടും പോകണ്ട. ഓക്കെ, പൈസ എന്തെങ്കിലും വേണോ നിനക്ക്? എനിക്ക് വേണം. എന്നോടല്ല ചോദിച്ചത്. അപ്പൊ എനിക്ക് പൈസ വേണ്ടേ? നിനക്കുള്ളത് ഞാൻ ഈ മന്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നിന്, അത് തീർത്താ? വേണ്ട, എനിക്ക് പിന്നെ പൈസ അയച്ചാ ആര്? വാപ്പ. ഓക്കെ. ഡീ, നീ എന്തിനാ കള്ളം പറഞ്ഞേ? അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനാ പൈസ എടുക്കണ്ട. അങ്ങനല്ല, സാർ പൈസ അയച്ചാന്നൊക്കെ പറയുമ്പോൾ സാർ ലിമിറ്റ് ക്രോസ് ചെയ്യാന്ന് വിചാരിക്കൂലേ ജയൻ? ഹലോ, എന്താണ്? നേരിട്ട് സംസാരിക്കാൻ പറ്റുമോ? നേരിട്ടോ? അതൊക്കെ റിസ്ക് ആണ് ഐഷ. മര്യാദക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഞാൻ നിന്നെ കാണുന്നുണ്ടല്ലോ, നീ എന്നെ നോക്കാൻ പറ്റല്ലേ? ഓ, സാർ എന്നെ നോക്കിയിരിക്കായിരുന്നോ? അങ്ങനല്ല. ഉരുളണ്ട. നീ എന്താ അർജന്റാന്ന് പറഞ്ഞേ? എന്താ കാര്യം? കുറെ നേരം സംസാരിക്കാൻ പറ്റൂല, തിരിച്ച് റൂമിലേക്ക് പോകണം. അജോ ആണ് എനിക്ക് ഗിഫ്റ്റ് വെച്ചേ. എന്ത് ഗിഫ്റ്റ്? ഫസ്റ്റ് ഒരു ബാങ്കിൾ, പിന്നെ കമ്മൽ, പിന്നെ റോസ്. ഞാൻ വെച്ചില്ലല്ലോ, ഗിഫ്റ്റിൽ പേരൊന്നുമില്ല. ആളെ പേരൊന്നുമില്ല, ജസ്റ്റ് ഫോർ ഐഷ ഖാലിദ് ഇതുള്ളൂ കവറിൽ. നിനക്ക് കുറെ ഫാൻസ് ഇല്ലേ? അവരായിരിക്കും. സാർ എൻ്റെ ഫാനല്ല? ആണല്ലോ. അതിനു നിനക്കറിയാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കല്യാണം എപ്പം? മതി മതി, ഫോൺ വെക്കട്ടെ. വെയിറ്റ്, എനിക്ക് സംസാരിക്കാനുണ്ട്. അർജുൻ, വേറൊരു കാര്യം. വേറെന്ത്? ട്രിപ്പിൻ്റെ ട്രിപ്പിൻ്റെ എന്ത്?